നമ്മളിപ്പോ കുറച്ച് നേരത്തെ ഇറങ്ങി വാദാക്സിനും കൂട്ടി യാത്ര ഇന്ന് കോട്ടയത്ത് നിന്ന് ആരംഭിച്ച് നമ്മളെ ഒരു കട്ടൻ കാത്ത് പിടിച്ചാണ് ഇറങ്ങിയത്. പോകുന്ന വഴിക്ക് നമ്മൾ വല്ലതൊക്കെ കഴിക്കുമല്ലോ. അത്രേ ഉള്ളൂ. അത് പിന്നെ പെട്രോൾ അടിക്കണം. ഇത്രയും പഴക്കമുള്ള വണ്ടിയാണ്. നമ്മൾ ആദ്യമായിട്ടാണ് ഇത്രയും ലോങ് ഈ വണ്ടി കൊണ്ടുപോകുന്നത്. എന്താ അവസ്ഥയെന്നോ കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. പക്ഷെ നമുക്ക് നോക്കാം. ഈ യാത്രയിൽ നമ്മൾ ഒരുപാട് വേണ്ടി വരും. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനകത്ത്. നമ്മളിപ്പോൾ പെട്രോൾ അടിക്കാൻ വേണ്ടി നമ്മൾ ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞു. പക്ഷെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായി. പെട്രോൾ ടാങ്ക് ഒന്ന് ലീക്കാണെന്ന് നമുക്ക് തോന്നി. പക്ഷേ കുറച്ച് പെട്രോൾ പോയി. അതായത് നമ്മൾ ഫുൾ അടിച്ച് കഴിഞ്ഞപ്പോഴേക്കും എക്സസ് വന്ന കുറച്ച് പെട്രോൾ അടിക്കൂടെ ടാങ്കിന്റെ ട്യൂബിൽ കൂടെ ലീക്കായി. നമ്മളെ ഓർത്തപ്പോ എന്താ പെട്രോൾ ടാങ്ക് ലീക്ക് പേടിച്ചു. ഒരു നിമിഷം നമ്മൾ പതിച്ചു. ഇതാരെ ഒരു നിമിഷം പതറി. പക്ഷെ തുടക്കത്തിൽ അങ്ങനെയുള്ള നല്ലതാണ് യാത്ര. പൈസ കിട്ടാത്തതിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. നമ്മളിപ്പോ കുറച്ചു ദൂരം ആയതേ ഉള്ളൂ. നമ്മളൊന്നും ആയിട്ടില്ല, തുടങ്ങിയതേ ഉള്ളൂ. ഈ പതിയെ നമ്മളൊന്ന് അപ്ഡേറ്റ് ചെയ്തോണ്ടിരിക്കുന്നത്. കഴിക്കാൻ നിർത്തിയാണ്. അശ്വനുണ്ട്, നമ്മുടെ ജേർണി അപ്പച്ചനുണ്ട്. നമ്മളിപ്പോ ജേർണി കണ്ടിന്യൂ ചെയ്യാൻ പോവാണ്. നമുക്കിന്ന് 2 പുതിയ ഗസ്റ്റ് ഉണ്ട് കേട്ടോ. കാണിച്ചു കൊടുക്കണം. ട്രിപ്പിന്റെ മറ്റൊരു ഡെസ്റ്റിനേഷൻ ഫാമിലി വെള്ളം കുടിച്ചത്. നമ്മളിപ്പോ പേരറിയാത്ത ഏതൊരു കഫേയില് എന്തെങ്കിലൊക്കെ കഴിക്കോ കുടിക്കോ ചെയ്യാൻ നേരിട്ടാണ്. എല്ലാം നഷ്ടപ്പെട്ടു. നമ്മളിപ്പോ വണ്ടി അടുത്തിരിക്ക വണ്ടിയിലെ വിയർച്ച് കുളിച്ചു. ഒരു വല്ലാത്ത മെമ്മറി. നമ്മള് അവരെ ജസ്റ്റ് വിട്ടു. നമ്മള് കുറച്ച് മുന്നേ വന്നപ്പോഴത്തേക്ക് വണ്ടി ഭയങ്കര ഹീറ്റായി. വണ്ടി ഹീറ്റായ കാരണം കൊണ്ട് ഞാൻ എന്താണെന്ന് അറിയത്തില്ല. നമ്മുടെ ചൂട് കാരണം വണ്ടി ഹീറ്റായി. ഇപ്പൊ വണ്ടി ഓൺ ആവുന്നില്ല. വണ്ടി സംഭവം സ്റ്റാർട്ട് ആവുന്നുണ്ട്. പക്ഷെ വണ്ടിക്ക് ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ കിട്ടുന്നില്ല. അത് ഇത്തിരി എന്താണെന്നും എനിക്ക് അറിയത്തില്ല. വണ്ടി നിങ്ങൾ കാണിച്ചു തരാം. വണ്ടി കിടക്കുന്നു. കിടക്കുന്നതാണ് വണ്ടി. ക്ലിയർ ആയോന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോ ഇപ്പൊ നമ്മള് വർക്ക്ഷോപ്പിൽ വിളിച്ചോണ്ടിരിക്കുകയാണ്. വണ്ടി വർക്ക്ഷോപ്പിൽ വിളിച്ചോണ്ടിരിക്കുകയാണ്. വർക്ക്ഷോപ്പ് വരെ സത്യം പറഞ്ഞാൽ എടുക്കുന്നില്ല. ആരും വരുന്നില്ല. ഒന്നും ആവുന്നില്ല. നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുക അതിനെ പറ്റി. ഇപ്പം അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാം. പിന്നെ ആരെങ്കിലും 2 പേര് പോയി അത് വർക്ക്ഷോപ്പ് നോക്കിട്ട് വരും. അപ്പൊ ഗൈസ് നമ്മുടെ അവസ്ഥ ഭയങ്കര ശോകമാണ്. നമ്മളിപ്പോ പമ്പിലാണുള്ളത് കേട്ടോ. അല്ല പമ്പല്ല, സോറി, വർക്ക്ഷോപ്പിലാണുള്ളത്. സംഭവം ഫുഡ് കഴിക്കാൻ പോയി. എന്റെ അവസ്ഥ ശോകമാണ്. നമ്മള് ഫുള്ള് വീർപ്പ് ചാമ്പിടിച്ചിരിക്കുക. എങ്ങനെ വന്നു നമ്മളാ നമ്മള് ഇവിടെ വണ്ടി ഓക്കെ ആയി. വണ്ടി റെഡി. ഇപ്പൊ നമ്മുടെ ഡ്രൈവർ ചേഞ്ച് ആട്ടോ. അയ്യോ ഇപ്പൊ ഗ്ലാസ് നമ്മുടെ യാത്ര നമ്മൾ തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കാണ്. ചെറിയൊരു അവസാനം. പക്ഷെ നമ്മൾ ബാക്കി റീസ്റ്റാർട്ട് ആവും. നമ്മുടെ ഈ വണ്ടി നമ്മള് ചർച്ച ചെയ്തു. ഇത്രയും നാള് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്കൊന്നും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. വണ്ടി കൂളായി. നമുക്കൊരു കംപ്ലൈന്റ് തോന്നിയിട്ടില്ല വണ്ടി. പക്ഷെ ഇന്ന് ഇത്ര ദൂരം ഓടിയത് കൊണ്ടാണോന്നറിയില്ല വണ്ടി ഓരോ പ്രശ്നങ്ങൾ കാണിക്കുന്നത്. നമ്മള് കുറെ ആളായിട്ട് ഓടുന്നില്ലായിരുന്നു വണ്ടി. നമ്മള് പെട്ടെന്ന് കയറി ഫുൾ ടാങ്ക് പെട്രോൾ ഒഴിച്ചു. കുറച്ച് അടിച്ച് പോയാൽ മതിയായിരുന്നു. വണ്ടിയിൽ കരട് കയറി എന്നാണ് നമുക്ക് സംശയം. പറഞ്ഞിട്ട് കാര്യമില്ല, അറിയില്ല. ഇനിയിപ്പോ ഒരു ബസ്സിന് പോക്കും നടക്കില്ല. നമ്മൾ ആ ഒരു സെറ്റപ്പിലല്ല വന്നത്. മാത്രമല്ല നമ്മുടെ വർക്ക്ഷോപ്പിൽ വിളിച്ചപ്പോ പുള്ളി അവിടെ ഫുഡ് കഴിക്കാണ്. അതുകൊണ്ട് ഇപ്പം പെട്ടെന്ന് ആരും വരും നടക്കില്ല. അപ്പൊ കുറച്ച് നമ്മൾ എന്തെങ്കിലും കിടക്കേണ്ടി വരും. ഇവരെ ഓട്ടം വിളിച്ചിട്ട് നമുക്ക് ഈ ഒരു സ്ഥലം ഒന്ന് കവർ ചെയ്താൽ മതിയായിരുന്നു. ആ ഒരു പോക്ക് അങ്ങോട്ട് പോകണ്ടായിരുന്നു. ഇവരെ ഓട്ടം പിടിച്ച് ഇങ്ങോട്ട് കന്നാൽ മതിയായിരുന്നു. ഇത്രേ ഉള്ളൂ വയസ്സ്. നിങ്ങളുടെ ഫ്യൂവലിന്റെ ഫിൽറ്റർ ഉണ്ട് അതിന്റെ ടാങ്കിനടിയിൽ. അപ്പൊ അതിന്റെ പഴയതിന്റെ അവസ്ഥയാണിത്. നമ്മുടെ പുതിയത് മാറി വെച്ചിട്ടുണ്ട്.
അത് നോക്കണം, നമുക്ക് എന്താ അവസ്ഥ എന്നുള്ളത് നോക്കണം. നമ്മളെന്തായാലും വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല. നമ്മൾ ഈ വണ്ടി കൊണ്ട് തന്നെ നമ്മൾ ബാംഗ്ലൂരിൽ പോകും. നമ്മളെപ്പോലെ വിളിക്കും നമ്മൾ. നമസ്കാരം ഗൈസ്. അപ്പൊ നമ്മൾ എവിടെ? അങ്കമാലി കഴിഞ്ഞ് കിട്ടി ഗൈസ്. അങ്കമാലി കഴിഞ്ഞ് കിട്ടി എന്നേ പറയാൻ പറ്റൂ അല്ലെ അശ്വന? ഇനി എന്തൊക്കെ സംഭവങ്ങൾ ഇനി വരാതിരിക്കുന്നു നമുക്കറിയില്ല. ഒന്നും നമുക്കറിയില്ല. എന്തൊക്കെ വരും, എന്തൊക്കെ വരാതിരിക്കും ഒന്നും അറിയില്ല. പക്ഷെ അങ്കമാലി എന്നുള്ള ഒരു കടമ്പയായിരുന്നു അത് കഴിഞ്ഞിട്ട്. അങ്കമാലി നമ്മൾ വിട്ട് ഗൈസ്. ശരിക്കും നമ്മളെ മടുപ്പിച്ച് നമ്മളൊരു 3, 4, 5 മണിക്കൂറോളം നമ്മൾ അങ്കമാലി ഉണ്ടായിരുന്നല്ലേ. നമ്മള് ഏകദേശം ഒരു 11:30 ആയപ്പോ എത്തിയതാണ്. 12 കഴിഞ്ഞപ്പോ എത്തിയതാണ്. 12 കഴിഞ്ഞോ? 12 കഴിഞ്ഞു. അപ്പൊ 3-3.5 മണിക്കൂർ 3:30 ആയിട്ടുണ്ട്. ഇപ്പൊ നമ്മളിപ്പോ ഇതാ കാണിച്ചു തരാം. ഇതാ നമ്മുടെ വണ്ടി ഇപ്പൊ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡ്രൈവർ ഒരു സാഡ് മൂഡിലാണുള്ളത്. മിസ്റ്റർ എന്താ പറയൂ? ഒന്നും പറയാനില്ല. ഓക്കെ. നമ്മള് പയ്യെ പോകും. അപ്പൊ ഗൈസ് നമ്മള് ഏകദേശം സേലത്താറായി. ഇനി സംതിങ് ഒരു 40 കിലോമീറ്റേഴ്സ് ഉള്ളു. അപ്പൊ ഡ്രൈവർ മാറി. അതിന്റെ ഇടയിൽ കുറെ കാര്യമായ കാര്യങ്ങൾ സംഭവിച്ചു. ആ ഗൈസിൽ ഒരാളോട് പോസിറ്റീവ് അടിച്ചു. ആരാന്ന് ഇപ്പൊ പറയുന്നില്ല. അല്ല, അതൊരു സീക്രട്ടായി കിടക്കട്ടെ. ആ നല്ല കുട്ടിയാണ് നല്ല കൊച്ചാണ്. അപ്പൊ നമ്മളിന്ന് അശ്വിന്റെ ഡ്രൈവർ വല്ലതും പറയും. നമ്മളെ വണ്ടി ഓടിച്ചോണ്ടിരിക്കല്ലേ? അതെ, പറയാനല്ല, വണ്ടി ഓടിച്ചു. നമ്മൾ കൃഷ്ണഗിരിയൊക്കെ കഴിഞ്ഞു. ഭയങ്കര മഴ കഴിഞ്ഞ് നമ്മള് ഭയങ്കര ഒരു സത്യം പറഞ്ഞ ഒരു വലിയ അപകടത്തിൽ പെടേണ്ടതായിരുന്നു. പക്ഷെ നമ്മള് എന്തോ ദൈവമായിരുന്നു രക്ഷപ്പെട്ടു. അത് പറഞ്ഞ കിട്ടുന്ന ഒരു 70% കഴിഞ്ഞിട്ട്. പക്ഷെ അതേപോലെ നമുക്ക് ഇതുവരെ ഒരു സാറ്റിസ്ഫാക്ഷൻ എത്തിയിട്ടില്ല. കാര്യം വീട് വരെ എത്തണം. നല്ല ക്ഷീണം കാരണം ഉടുപ്പൊരു ഉരുട്ടെന്നാണ് നമ്മളിവിടെ വെച്ചാണ് നമ്മള് കണ്ണാടി തുടച്ചുകൊണ്ടിരിക്കുന്നത്. അതെന്ന് പറഞ്ഞാല് നമ്മള് AC ഇട്ട് കുറച്ച് ഓടിച്ചു കഴിഞ്ഞപ്പോ വണ്ടി ആകെപ്പാടെ ഒരു മിസ്സിംഗ് കാണിക്കാൻ തുടങ്ങി. അപ്പൊ പിന്നെ നമ്മള് AC ഓഫ് ചെയ്ത് നമ്മള് ഗ്ലാസ് ആക്കി പോവാണ്. മഴ നമ്മള് സഹിച്ചു. അതായത് നമ്മള് മഴ കണ്ടപ്പോ ഒരുപാട് സന്തോഷിച്ചു. പക്ഷെ മഴ ഉണ്ടായിരുന്നു. ചെറിയ തിരുമാല കണ്ടപ്പോഴത്തേക്ക് സന്തോഷം. പക്ഷെ സുനാമി അറിയില്ല. അതുപോലത്തെ ഒരു മഴയായിരുന്നു. ഞങ്ങളെങ്കിൽ വണ്ടി ഒന്ന് മിസ്സിംഗ് കാണിച്ചു. നമ്മൾ അത്യാവശ്യം കുഴപ്പമില്ലാതെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഇതാണിപ്പോ റോഡിന്റെ അവസ്ഥ. അപ്പൊ നമ്മള് അപ്പാർട്ട്മെന്റ് എടുത്തതിന് ശേഷം അപ്പാർട്ട്മെന്റ് നമ്മൾ വീട് എടുത്തത് കാരണം നമ്മളും വണ്ടി ഓടിച്ച് കുറച്ചുകൂടെ കോൺസെൻട്രേഷൻ ചെയ്യേണ്ടി വരും. നമ്മളും ടയർഡാണ്. ന്യായമായിട്ട് നാളെ കോളേജിൽ പോകണം. അതും നമ്മൾ നോക്കിടുന്ന രീതി. അപ്പൊ അപ്പൊ സമയം 5:30 ആയിരിക്കും. നമ്മൾ 5:30 ആയപ്പോഴാണ് നമ്മള് ഫ്ലാറ്റ് എത്തിയിരിക്കുന്നത്. നമ്മൾ 5:30 ആയപ്പോഴാണ് ഫ്ലാറ്റ് എത്തിയിരിക്കുന്നത്. ആകെ ടയർഡാണ് ഗൈസ്. സത്യം പറഞ്ഞ നാളെ അയ്യോ ഒരു കാല് മസിൽ പിടിച്ച് അയ്യോ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഈ കാണുന്നതാണ് നമ്മുടെ ഫ്ലാറ്റ്. കണ്ടോ? ഇനി ആ മേടത്ത് നിലയിൽ കയറണം. അത് വല്ലാത്തൊരു ചടങ്ങാണ് ഗൈസ്. ഒന്നും പറ്റുന്നില്ല. പിന്നെ വരാം.